കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലും ജോലി ചെയ്ത സംഭവത്തിൽ നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്ത് നൽകി. ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എം.എസ്. നിഷാരയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും 3 മാസത്തെ അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തത്. നേരത്തെ നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടപടിക്കെതിരെ ഡോക്ടർക്കെതിരെ റിപ്പോർട്ട് വന്നിരുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ കൊണ്ട് തിങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ട് പോലും ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. രോഗികൾ ഇങ്ങനെ നട്ടം തിരിയുന്ന ഘട്ടത്തിലാണ് ഒരു ഡോക്ടർ തന്നെ അവിടെ നിന്ന് അവധിയെടുത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്നത്. അതായത് ഇത് ചട്ടലംഘനമായി ചൂണ്ടിക്കാട്ടുന്നത് സാധാരണഗതിയിൽ 3 വർഷത്തിന് മുകളിൽ അവധിയെടുത്ത് സർക്കാരിന്റെ അനുമതിയോടുകൂടി മറ്റ് സ്ഥാപനങ്ങളിൽ, മറ്റ് ആശുപത്രികളിലോ മറ്റ് ജോലികളിലോ ഒക്കെ ചെയ്യാം. അങ്ങനെ വിദേശത്തൊക്കെ പോകുന്നവരുണ്ട്. പക്ഷെ അതിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകുകയും അങ്ങനെ സർക്കാർ തലത്തിൽ അംഗീകരിച്ചും വേണം പോകാൻ. ഇവിടെ ഡോക്ടർ എം.എസ്. നിഷാര ചെയ്തത് പിതാവിന്റെ അസുഖത്തിന് ചികിത്സിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശൂന്യവേതന അവധി, ലോസ് ഓഫ് പേ അവധി 3 മാസത്തേക്ക് എടുത്തത്. അതിനുശേഷം കോട്ടയത്ത് തന്നെ നഗരത്തിന് സമീപമുള്ള കൊടമാടൂരിൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഇയാൾ അവിടെ ചികിത്സിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ആശുപത്രിയുടെ വെബ്സൈറ്റിലടക്കം ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചതോടുകൂടിയാണ് വിജിലൻസ് ഉൾപ്പെടെ ഇതിൽ പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. ഈ ഡോക്ടർക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നഴ്സിനെതിരെ അപമര്യാദയെ പെരുമാറി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള പരാതി ഉണ്ടായിരുന്നു. അതിൽ അന്വേഷണം നടത്തുകയും ഇയാൾ ആ അപമര്യാദയെ പെരുമാറി എന്ന് വ്യക്തമാകുകയും ചെയ്ത സംഭവം 2025 ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഫലത്തിൽ ഇത് രോഗികളെ കൂടി വലയ്ക്കുന്ന ഒരു നടപടി ആയി ഫലത്തിൽ മാറുന്നത്. കാരണം അവിടെയുള്ള ഒരു ഡോക്ടറുടെ സേവനം കിട്ടേണ്ടതാണ്. ഇനി താൽക്കാലിക ഡോക്ടർമാരെയോ അല്ലെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലും സ്ഥിര ഡോക്ടർമാരെ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ്, ആ ഘട്ടത്തിലാണ് സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു നടപടിക്ക് ഒരു ഡോക്ടർ തന്നെ, അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ തന്നെ മുതിർന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനി